Hi dears, it's me Anshi from MS Solution. ഇനി എന്തിന് വേറൊരു സൊല്യൂഷൻ. അപ്പൊ മക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഓരോരോ ക്വസ്റ്റ്യൻസും അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിച്ചോ. എന്നാൽ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? സർ നോക്കാം. ഓർബിറ്റൽസ് ആൻഡ് സബ്ഷെൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് certain ക്വാണ്ടം നമ്പർ. അതായത് ഓർബിറ്റലുകളും സബ്ഷെല്ലുകളും ചില ക്വാണ്ടം സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതായത് ആ ക്വാണ്ടം നമ്പേഴ്സ്, 3 ക്വാണ്ടം നമ്പേഴ്സ്. ഈ ലെവലിൽ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ. സർ എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ n വാല്യൂ ആൻഡ് l വാല്യൂ. അതായത് n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, l എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ്. ഈ രണ്ട് വാല്യൂസും കണ്ടെത്തണം. മാഷേ സിമ്പിൾ ആണ്, ഫസ്റ്റ് മനസ്സിലാക്കി തരാം കേട്ടോ. സർ അത് നമുക്ക് അറിയാലോ. ഇനി എന്താ കണ്ടെത്തേണ്ടത്? 3p കണ്ടെത്തണം, 4s കണ്ടെത്തണം. സർ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അതായത് സിമ്പിൾ ആയിട്ട് സർ 3p ഉണ്ട്, പിന്നെ 4s ഉണ്ട്. മാഷേ ഇതിന്റെ n വാല്യൂയും കണ്ടെത്തണം, l വാല്യൂയും കണ്ടെത്തണം. n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, അഥവാ ഷെല്ലുകളെ പറയാനാണ്. ഇന്ന മക്കൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഒരു സബ്ഷെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ഫ്രണ്ടിൽ എഴുതുന്ന നമ്പർ ആരായിരിക്കും? n ആയിരിക്കും, അഥവാ ഷെൽ നമ്പർ ആയിരിക്കും. മാഷേ സെറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ 3 ആണ് സർ. അപ്പൊ ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ആണ് സർ. ഇത് ബുദ്ധിമുട്ടില്ല, ഒരു കുഴപ്പമില്ല, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സർ ഇനിയുള്ളത് നമ്മൾ സബ്ഷെൽസാ. ഈ സബ്ഷെല്ലുകളെ പറയാൻ വേണ്ടിയിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്? അസിമുതൽ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. സർ സെറ്റ് ആണ്, അഥവാ l എന്ന് പറയുന്നു. ഇന്റെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഒറ്റ കാര്യമുള്ളൂ. l സ്റ്റാർട്ട് ചെയ്യൽ 0 നിന്നാ. l ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ s സബ്ഷെല്ല, l ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ p സബ്ഷെല്ല, l ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ d സബ്ഷെല്ല്, l ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ f സബ്ഷെല്ല്. ഈ ഒരു കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെക്കുക. സർ ഇത് നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ നോക്കണം, ഇവിടെ p എന്ന് പറയുമ്പോൾ എത്ര സർ വരിക? p എന്ന് പറയുമ്പോൾ 1 ആണ്. കിട്ടിക്കഴിഞ്ഞു, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ l വാല്യൂ എത്രടാ? s എന്ന് പറഞ്ഞാൽ 0 ആണ് സർ. അപ്പൊ 0, പരിപാടി കഴിഞ്ഞു, സെറ്റാ. മാർക്ക് നമ്മളെ കയ്യിൽ നിന്ന് എങ്ങോട്ടും പോകില്ല. ഇനി സർ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്കറിയാം സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എനർജി അഥവാ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്, എനർജി ഇൻക്രീസിംഗ് ഓർഡറിലാണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ എനർജി ഊർജം കണ്ടെത്താൻ ഒരൊറ്റ ഇക്വേഷൻ ഉള്ളൂ. എന്താണ്? n പ്ലസ് l. എന്താണ്? n പ്ലസ് l ആണ് സർ. കുഴപ്പമില്ല സർ, ഇതൊക്കെ നമുക്ക് അറിയാലോ, ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ 3p ആണോ 4s ആണോ ഏറ്റവും ഊർജം കൂടുതൽ? നോക്കടാ, ഇവയിൽ ഏതിനാണ് കൂടുതൽ ഊർജ്ജമുള്ളത്? നിങ്ങളുടെ ഉത്തരം എന്ത് ചെയ്യുക? സാധൂകരിക്കാനാണ് പറഞ്ഞത്. സിമ്പിൾ ആക്കി എന്താണ് ഉത്തരം നമ്മൾ പറയാൻ കാരണം എന്താ ചോദിച്ചത്. എടാ സർ n പ്ലസ് l എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആരെടുക്കുന്നു? ഈ 3p എടുക്കാൻ കേട്ടോ. സർ നമുക്ക് കണ്ടെത്താലോ. n എന്ന് പറഞ്ഞാൽ 3 ആണ്, l എന്ന് പറഞ്ഞാൽ l എന്ന് പറഞ്ഞാൽ 1 ആണ്. കൂട്ടിക്കഴിയുമ്പോൾ 4 ആണ് സർ. ഇവിടെ ഉത്തരം കിട്ടിയത് ബുദ്ധിമുട്ടില്ല സർ, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കണ്ടെത്താം. ഇവിടുത്തതും n പ്ലസ് l എടുക്കുമ്പോൾ സർ n എന്ന് പറഞ്ഞാൽ 4 ആണ്, l എന്ന് പറഞ്ഞാൽ 0 ആണ്. ഉത്തരം എത്ര വരിക? 4 ആണ് സർ. പണി പാളി. ഇവിടെയും 3p എന്ന് പറഞ്ഞാലും ഊർജം 4 ആണ് കിട്ടിയത്, ഇവിടെയും 4. രണ്ട് എനർജീസ് n പ്ലസ് l വാല്യൂ സെയിം ആയി കഴിഞ്ഞാൽ ഇന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റയൊന്നേ ഉള്ളൂ. ഇവിടത്തെ n വാല്യൂ അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഏറ്റവും വലുത് ആർക്കാണോ അവൻക്കായിരിക്കും ഊർജം കൂടുതൽ. സർ എന്താ പറഞ്ഞത്? എടാ ഈ 3 ഉണ്ടല്ലോ, ഈ 3ഉം ഇവിടെ 4ഉം ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ആർക്കാണോ അവൻക്കാണ് ഏറ്റവും ഊർജ്ജം കൂടുതലുള്ളത് സർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3ഉം ആണ്, ഇവിടെ 4ഉം ആണ്. അപ്പൊ എനർജി ഏറ്റവും കൂടുതൽ ആർക്കാ? 3p എനർജി കൂടുതലാണ് ആർക്കടാ? 4s മാഷ. അപ്പൊ 4s ഇവിടെ എനർജി കൂടുതൽ, 3pക്ക് എനർജി കുറവാണ്. സോ സിമ്പിൾ കൺസെപ്റ്റ്, സെറ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ പോകല്ല കേട്ടോ സർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. നോക്കിക്കോ, ദ എലമെന്റ് എൻ എ, അതായത് എന്തെന്ന് എ എന്ന മൂലകം ദ 4th പീരീഡ് ആണ്, 4ാം പീരീഡിൽ ഉൾപ്പെടുന്നു. അതായത് പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷെല്ലുകളുടെ എണ്ണമാണ് പീരീഡ് സർ. അതിന്റെ 3D സബ്ഷെല്ലിൽ ഈ 3D അതിന്റെ 3D എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 3 ഇലക്ട്രോൺസ് ആണ് മാഷ ഉള്ളത്. എന്നാൽ നമുക്ക് എഴുതാലോ. എടാ സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പഠിക്കട്ടോ, ഇതേ ലെവൽ ക്വസ്റ്റ്യൻ വരുവേ. അതായത് സർ 4ാമത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഷെല്ല് 4 ഉണ്ട് എന്നാണുള്ളത് അല്ലെ. ഓക്കെ സർ, നമുക്ക് എഴുതാം 1s 2s 2p 3s 3p സർ. ഇത് വരെ അങ്ങോട്ട് പോകും. ഇത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേക്കാ പോകേണ്ടത് സർ? ഇത് കഴിഞ്ഞാൽ 4s പോകണം സർ. 4s കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കാ പോരുക? 3D അവസാനം വരിക. 3Dയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നാ പറഞ്ഞത്? 3Dയിൽ 3 ഇലക്ട്രോൺസ് 3 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അവിടെ എഴുതി കൊടുക്കുന്നു സർ. ബാക്കിയൊക്കെ നമുക്ക് എഴുതാൻ അറിയാലോ. 1s2 2s2 2p6 3s2 3p6. ഇത് കഴിഞ്ഞാൽ നേരെ 4s നിറഞ്ഞിട്ടേ 3D വരുന്നുള്ളൂ സർ. അത് നമുക്കറിയാം. അപ്പൊ 4s2
4s2 3d3. ഇതാണ് അവന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. സർ സെറ്റ് ആണ്. എയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. സർ എഴുതിയിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ എ ഉൾപ്പെടുന്ന ബ്ലോക്കിന്റെ മൂലകങ്ങളുടെ ഏതെങ്കിലും അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ബ്ലോക്ക്, അതായത് ഇവന്റെ ബ്ലോക്ക് ഏതാണ് ഫസ്റ്റ് കണ്ടെത്തണം. ഈ ബ്ലോക്കിന്റെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് എവിടെയാണോ അതായിരിക്കും ബ്ലോക്ക് മാഷേ. അങ്ങനെയാണെങ്കിൽ 3p കഴിഞ്ഞിട്ട് നേരെ 4sലോട്ടാണ് വന്നത്, 4s കഴിഞ്ഞിട്ടാണ് ബാക്കി 3dയിലോട്ട് വന്നത് മാഷേ. അപ്പൊ ഏറ്റവും അവസാനം ഇലക്ട്രോൺ നിറഞ്ഞത് d എന്ന് പറഞ്ഞ സബ്ഷെല്ലിലാണ്. സോ ഇവനായിരിക്കും ബ്ലോക്ക്. അപ്പൊ ഇവൻ ഏത് ബ്ലോക്കാടാ? d ബ്ലോക്കാണ് മാഷേ. ഇവന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാടാ? ഈ പ്രത്യേകതകൾ ചോദിച്ചാൽ 3 മുതൽ 12 വരെ 3 to 12 ആയിട്ടുള്ള ഗ്രൂപ്പുകളിലാണ് ഇവർ കാണപ്പെടുന്നത്. സോ സിമ്പിൾ സർ. ഇവരെ ട്രാൻസിഷൻ എലമെന്റ് അഥവാ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ നിറമുള്ള സംയുക്തങ്ങൾ അഥവാ കളർ കോമ്പൗണ്ട്സ് ഉള്ളത് ഇവരിവിടെ തന്നെയാണ്. പിന്നെ ഇവരെല്ലാവരും എന്താണ്? മെറ്റൽസ് ആണ് അഥവാ ലോഹങ്ങളാണ്. പിന്നെ ഒന്നുകൂടെ പറയാം, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന ആൾക്കാരാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഇതിലൊരു 3 പോയിന്റ് എഴുതി വെച്ചാൽ സെറ്റാ, പെർഫെക്റ്റ്. ഓക്കെ, എങ്കിൽ ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഓക്സിഡേഷൻ നമ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. സർ എന്താ ഇവിടെ ക്വസ്റ്റ്യൻ? FeCl2 and FeCl3 അല്ലേ? ആ 2 കോമ്പൗണ്ട്സ് ഓഫ് അയൺ. FeCl2 ഉണ്ട്, FeCl3 ഉണ്ട് മാഷേ. ഇവിടെ ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ ഇൻ FeCl2. അതായത് സിമ്പിൾ ആയിട്ട് നമ്മൾക്കറിയാം FeCl2 എന്നതിലെ Feയുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താനാണ്. സോ സിമ്പിൾ സർ, ഓക്സിഡേഷൻ നമ്പർ കാണാൻ നമുക്കറിയാലോ. ഇത് പഠിക്കാതെ പോകണ്ട കേട്ടോ. FeCl2 ഇതിൽ നമുക്കറിയാം ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ -2 ആണ് മാഷേ. ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ടോ സർ? ഇവിടെ 2 ക്ലോറിൻ്റെ എന്ന് പറഞ്ഞാൽ -2 അല്ല, -1 ആണ് മാഷേ. സോ സിമ്പിൾ. ഇവിടെ 2 ക്ലോറിൻ ഉണ്ടായത് കൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? -2 എന്ന് പറയുന്നു. അറിയാത്തൊരു സംഖ്യയെ നമുക്ക് എന്തായിട്ട് എടുക്കാം? x ആയിട്ട് എടുക്കാം. ഇനി ഇതിന്റെ പ്രൊസീജിയർ ഒന്ന് മക്കൾ മനസ്സിലാക്കി വെച്ചാൽ മതി. x + -2 = 0. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം 0 കിട്ടണം. സർ സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസും പ്ലസും ഒപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ പ്രയോറിറ്റി കൊടുക്കുക? മൈനസിനാണ് മാഷെ പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ x - 2 = 0 വരും. അങ്ങനെയാണെങ്കിൽ x = എന്താ വരിക? ഈ -2 നേരെ സമത്തിന്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ +2 ആയിട്ട് വരും. അതായത് ഇവിടെ നമ്മുടെ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചാൽ +2 ആണ്. +2 എന്ന് കേൾക്കുമ്പോൾ എന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാണ്, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് Fe2+. Fe2+ന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. അതായത് Feന്റെ ആറ്റോമിക് നമ്പർ ചോദിച്ചാൽ 26 ആണ്. അപ്പൊ ഈ 26ന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഫസ്റ്റ് നമ്മൾ എഴുതാണ്. 1s2 2s2 2p6 3s2 3p6. ഇതുവരെ നമുക്കറിയാം 18 ആണ്. ഈ 3p6 കഴിഞ്ഞാൽ പിന്നെ 4s അറിയാം സർ. 4s2 ആകുമ്പോൾ 20 ആയി. പിന്നെ 3dയിൽ എത്ര വരും? 3dയിൽ 6 ഇലക്ട്രോൺസ് വരും സർ. ഇതാണ് ശരിക്കും 26ൻ്റെത്. നമ്മോട് ചോദിച്ചത് എന്താണ്? Fe2+ ആണ് അല്ലെങ്കിൽ +2 ആണ്. Fe 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തതിന് ശേഷമുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് സർ. 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ എവിടെ നമ്മൾ വിട്ടുകൊടുക്കുക? അവസാനത്തെ ഷെല്ലിൽ നിന്ന് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുക. പരിപാടി കഴിഞ്ഞു. അവസാനത്തെ ഷെല്ലിൽ നിന്ന്, അവസാന ഷെല്ലാണ്, അവസാനത്തെ സബ് ഷെല്ലല്ല. അവസാനത്തെ ഷെല്ല് എന്ന് പറയുമ്പോൾ 4 ആണല്ലോ. അതായത് ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്. അപ്പൊ ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ നിന്ന് 2 ഇലക്ട്രോൺസാണ് വിട്ടുകൊടുക്കുന്നത് സർ. അപ്പൊ 3+ എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോവുക? 3+ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 2 ഇലക്ട്രോൺസും പോവും, പിന്നെ ഈ 6ൽ നിന്നുള്ള 1 ഇലക്ട്രോൺസും പോകുന്നു സർ. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താ വരിക? ഇതായിരിക്കും Fe2+ന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പൊ മക്കളെ ഈ 3 ക്വസ്റ്റ്യങ്ങൾ പഠിക്കാതെ പോലെ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നെങ്കിൽ മക്കളെ കമന്റിൽ S എന്ന് കമന്റ് ചെയ്തോട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.